ഈ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. വെള്ളാപ്പള്ളി നടേശൻ്റെ ഒരു പ്രസ്താവന കൂടി വന്നിരുന്നു, അങ്ങ് ശ്രദ്ധിച്ചു കാണുമെന്ന് തോന്നുന്നു. ഹിന്ദു വോട്ടുകൾ ഹിന്ദു സ്ഥാനാർത്ഥിക്ക് ക്രോഡീകരിച്ചു പോയിട്ടുണ്ട് എന്നുള്ള ഒരു കേന്ദ്രീകരണം നടന്നിട്ടുണ്ട് എന്നൊരു പ്രസ്താവനയെ താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? അത് കഴിഞ്ഞ തവണ 8500 വോട്ട് അവിടെ ഉണ്ടായിരുന്നുള്ളൂ. BDJസിന് 12000 വോട്ട് കിട്ടിയതാണ്. അത് VV പ്രകാശിന് കുറച്ച് വോട്ട് അതിലേക്ക് പോയിട്ടുണ്ടാവാം, കുറച്ച് വോട്ട് അങ്ങേക്കും കിട്ടിയിട്ടുണ്ടാകും. പക്ഷേ ആ വോട്ടുകളിൽ നല്ലൊരു ഭാഗം സ്വരാജിലേക്ക് പോയിട്ടുണ്ട് എന്ന് വെള്ളാപ്പള്ളി നടേശൻ പറയുന്നു. ഇതിനൊന്നും ഒരു സാധ്യതയില്ല. ഇവിടെ എനിക്ക് ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ സന്തോഷം എന്താ അറിയോ ഡോക്ടറെ? എന്നെ തെറി വിളിക്കാനാണ് SDPIക്കാർ പരമാവധി സമയം ഉപയോഗിച്ചത്. അവർക്ക് മോദിക്കെതിരെ ഒന്നും പറഞ്ഞിട്ടില്ല, അവർ ഈ പറയുന്ന പിണറായിക്കെതിരെ പറഞ്ഞിട്ടില്ല, പിണറായിസത്തിനെതിരെ പറഞ്ഞിട്ടില്ല. PV Anwar ഭയങ്കര സന്തോഷമുണ്ട് ആ കാര്യത്തിൽ, മനസ്സിലായില്ലേ? അപ്പം എന്നെ ആ ചാപ്പ ചാർത്താൻ വേണ്ടിയിട്ട് വലിയ ശ്രമം നടത്തിയിരുന്നു. ഞാൻ ജീവിതത്തിൽ എന്തും സഹിക്കും, പക്ഷെ വർഗീയവാദി എന്ന് പറയുമ്പോൾ അത് വിളിക്കുമ്പോണ്ടല്ലോ അത് ഒരു വല്ലാത്തൊരു സാധനം എൻ്റെ ശരീരത്തിൽ കയറും. അപ്പോൾ എനിക്ക് ഭയങ്കര ഹാപ്പിയാണ് ഞാൻ ആ കാര്യത്തിൽ. അവരെ കൊണ്ട് കഴിയുന്നതിൻ്റെ പരമാവധി വച്ചിട്ടുണ്ട്. നമുക്ക് നോക്കാം വോട്ട് വരുമ്പോൾ. വെള്ളാപ്പള്ളി സാറ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് അതിനെക്കുറിച്ച് അറിയില്ല. ഈ മോഹൻ ജോർജിന്റെ സ്റ്റേറ്റ്മെന്റിനെ താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? ഒരു വർഗീയമായ ചിന്താഗതി, വിജയസാധ്യത ഇല്ലാത്തത് കൊണ്ട് ഇടതുപക്ഷത്തെ പരാജയപ്പെടുത്താൻ ആര്യാടൻ ഷൗക്കത്തിന് BJPയിലേക്ക് വരേണ്ടിയിരുന്ന വോട്ടുകൾ മറിച്ചുകുത്തി എന്ന് മോഹൻ ജോർജ് പറയുന്നുണ്ട്. അല്ല, അത് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം, എനിക്കതിനെ പറ്റി അറിയില്ല. എനിക്ക് മതേതര വോട്ടുകളാണ് വരാനുള്ളത്, അത് എല്ലാ വിഭാഗത്തുനിന്നും വരും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ പറയുന്ന സർവേ റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഒരു ഒറ്റ കാര്യം കൂടി, ഈ CPMന്റെ കണക്കുകൂട്ടലിൽ NDA സ്ഥാനാർത്ഥിക്കാണ് അങ്ങേക്കാട്ടും വോട്ട് കിട്ടിയിരിക്കുന്നത്. എല്ലാ സ്ഥലത്തെയും ഈ പഞ്ചായത്തും നഗരസഭയൊക്കെ കൂട്ടുമ്പോൾ എല്ലായിടത്തും അങ്ങേക്കാൾ കൂടുതൽ NDA സ്ഥാനാർത്ഥി കിട്ടുന്നു എന്നുള്ളതാണ് CPMന്റെ വിലയിരുത്തൽ കേട്ടോ. എന്തായാലും NDA പ്രൊമോട്ട് ചെയ്യാൻ ഭയങ്കര ആവേശം അവർ കാണിക്കുന്നുണ്ടല്ലോ. ഇതന്നെ ഞാൻ 8-9 മാസമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 9 മാസമായി ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം ഇതാണ്. അത് CPMന് ഇനി മനസ്സിലായിട്ടില്ലെങ്കിൽ കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. അത് നമുക്ക് കാണാം. ഇതൊക്കെ ഇപ്പോൾ ആകെ 10-12 മണിക്കൂറിൻ്റെ കേസല്ലേ. നാളെ നേരം വെളുത്ത 10 മണിയാകുമ്പോഴേക്കും വിവരം അറിയല്ലോ. ഈ സർവേയിൽ അത്ര ആത്മവിശ്വാസത്തിലാണോ? ഇപ്പോഴും എൻ്റെ ഒരു സംശയമുള്ളത്, 65,000 വോട്ടിനപ്പുറം പിടിക്കാതെ PV Anwar അവിടെ വിജയിക്കാൻ കഴിയില്ല. ഈ കാര്യം ബേസ് വോട്ടുകൾ CPMന്റെ കേഡർ വോട്ടുകൾ അവിടെ കിടപ്പുണ്ട്, 30,000-ഓളം വോട്ടുകൾ. ബാക്കി അനുഭാവ വോട്ടുകളാണ്. അതൊരു 40,000-50,000 പിടിച്ചാൽ പോലും ആര്യാടൻ ഷൗക്കത്തിന് വേണ്ടി ലീഗ് നന്നായി പണിയെടുത്തു എന്ന് ലീഗ് പ്രവർത്തകർ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നു. അവർ ബൂത്ത് തിരിച്ചുള്ള കണക്കാണ് ഇപ്പോൾ നമുക്ക് നൽകിയിരിക്കുന്നത്. ആ ബൂത്ത് തിരിച്ചുള്ള കണക്കിലാണ് 12,000-ന് മുകളിൽ ഭൂരിപക്ഷം എന്നാണ് ആര്യാടൻ ഷൗക്കത്ത് പറയുന്നത്. അത് 15,000 വരെ ആയാലും നമുക്ക് അത്ഭുതപ്പെടാനില്ല. VD സതീശൻ പറയുന്നത് 15,000-ന് മുകളിലേക്ക് പോകും. 15,000 എന്നുള്ളത് വലിയ കണക്കാണ്. കാര്യം ആ മണ്ഡലത്തിൽ താങ്കൾ പിടിച്ചതിനേക്കാൾ 4,000 വോട്ട് അധികം പിടിക്കും. 2016 പിടിച്ചതിനേക്കാൾ കൂടുതൽ വോട്ട് പിടിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എവിടെ? മുനിസിപ്പാലിറ്റിയിലടക്കം ലീഡ് ചെയ്യും. വഴിക്കടവ് 4,000 വോട്ടാണ് ആര്യാടൻ ഷൗക്കത്ത് ലീഡ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. കാരണം ഡോക്ടർ അനുവിൻ CPMന് 30,000 വോട്ട് കേഡർ വോട്ടിലേക്ക് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ യാഥാർത്ഥ്യം ഇപ്പോൾ ഉൾക്കൊണ്ടു എന്ന കാര്യത്തിൽ സന്തോഷമുണ്ട്. താങ്കളൊക്കെ ഇങ്ങനെ പറയുന്നത് കേട്ടിരുന്നു 50,000-60,000 വോട്ടാണ് കേഡർ വോട്ട്. 30,000-40,000 വോട്ടുകൾ കേഡറാണ്. താങ്കൾ പറഞ്ഞ ഞാൻ വേണമെങ്കിൽ അയച്ചുതരാം. താങ്കൾ ഒരുപാട് താങ്കൾ പറഞ്ഞത് ഞാൻ അങ്ങോട്ട് അയച്ചുതരാം. പാർട്ടി ചിഹ്നത്തിൽ താങ്കൾ പറഞ്ഞത് ഞാൻ അങ്ങോട്ട് അയച്ചുതരാം. എന്റെ അടുത്തുണ്ട്. അല്ല, പാർട്ടി ചിഹ്നത്തിൽ ഡോക്ടർ താങ്കൾ ഒരുപാട് മത്സരിച്ചപ്പോൾ കിട്ടിയ 69,000 വോട്ടുകൾ അവിടെ ഉണ്ടാവില്ലേ? അതിനുശേഷം PV Anwar 81,000-ലേക്ക് ഉയർത്തുമ്പോൾ സ്വാഭാവികമായും കൂട്ടിക്കൊണ്ടുവന്ന വോട്ടുകളുണ്ട്. ആ വോട്ടുകൾ നഷ്ടപ്പെടുന്നതും LDF ചേരിയിൽ നിന്നായിരിക്കും എന്നുള്ളതായിരുന്നു എന്റെ വാദം. അല്ല, അതൊന്നും അല്ല, നിങ്ങൾ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. അതിൽ വേണമെങ്കിൽ 10,000-10,000 വോട്ട് കുറച്ച് വന്നാലും ഒരു 55,000-60,000 വോട്ട് കേഡർ വോട്ട് ഉണ്ടല്ലോ എന്ന് താങ്കൾ ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് അല്ലല്ല, എനിക്ക് സന്തോഷമുണ്ട്. താങ്കൾ അതിൽ നിന്ന് ഇറങ്ങില്ല. താങ്കൾ ഒരുപാട് വ്യായാമം കുറച്ച് കാലമായിട്ട് നടത്തുന്നുണ്ട്. ഞാൻ ചിരിക്കലാണ് താങ്കളുടെ. കാരണം താങ്കൾക്ക് ഒരു റേറ്റിംഗ് ഉണ്ടായിരുന്നു കേരളത്തിൽ. പക്ഷെ അത് കളഞ്ഞു കുളിച്ചു താങ്കൾ കഴിഞ്ഞ 10-25 ദിവസം.
ദിവസമായിട്ട്. അത് കാണാൻ നമുക്ക് result വരട്ടെ. ശ്രീ പി. വി. അൻവർ. അത് പോട്ടെ. ശ്രീ പി. വി. അൻവർ, താങ്കളും കുറെ മാറിയിട്ടുണ്ട്. താങ്കളും ഇപ്പോൾ കുറെ മാറിയിട്ടുണ്ട്. താങ്കളും ഒരുപാട് മാറിയിട്ടുണ്ട്. ഞാനൊന്നും മാറിയിട്ടില്ല. ഇല്ലില്ല, നല്ല അർത്ഥത്തിലാണ് പറഞ്ഞത്. നല്ല അർത്ഥത്തിലാണ് പറഞ്ഞത്. വിമർശനങ്ങളെ ദേഷ്യത്തോടെ കാണുന്ന അൻവറിൽ നിന്നും മാറ്റമുണ്ട് എന്നാണ് ഉദ്ദേശിച്ചുള്ളൂ.